നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പല തവണയായിട്ട് ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത വൈറലായിട്ടുണ്ട്. പ്രത്യേകിച്ചും KPCC നടക്കുന്ന ചില കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ ഈ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് വിജയിച്ച് കയറിയപ്പോൾ അതിന്റെ ആഹ്ലാദത്തിൽ KPCC ഒരു കേക്ക് മുറിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അതിൽ കേക്ക് മുറിച്ചപ്പോൾ നേതാവ് കേക്ക് എടുത്ത് കഴിക്കുകയാണ്. ശേഷം കേക്ക് കൈയൊക്കെ തന്നെ നാക്കി തുടച്ചതിന് ശേഷം VD സതീശന്റെ കയ്യിൽ കയറി പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതുപോലെയുള്ള ചില രസകരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഏറ്റവും ഒടുവിൽ കണ്ട ഒരു ദൃശ്യമാണ് ചെറിയാൻ ഫിലിപ്പ് ബിന്ദു കൃഷ്ണയെ കയ്യിൽ ഷേക്ക് ഹാൻഡ്സ് കൊടുത്തതിന് ശേഷം കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനായി പോകുന്നു. ഒരു കാരണവശാലും ബിന്ദു കൃഷ്ണ അതിന് സമ്മതിക്കുന്നില്ല, മാറി പിന്നിലേക്ക് പോവുകയാണ്. പക്ഷെ ചിരിച്ചുകൊണ്ടാണ് ബിന്ദു കൃഷ്ണ ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ പക്വമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അവിടെ ബിന്ദു കൃഷ്ണ സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ബിന്ദു കൃഷ്ണയെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയ അല്ലെങ്കിൽ ആശംസിക്കാൻ എത്തിയ എല്ലാവർക്കും ബിന്ദു കൃഷ്ണ കൈ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ എടുത്തു പറയേണ്ടത് ANAയുടെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക ബിന്ദു കൃഷ്ണയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബിന്ദു കൃഷ്ണയും അതേ രീതിയിൽ കെട്ടിപ്പിടിക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അതത്രയേ ഉള്ളൂ. പാർട്ടി ഒന്നാണെങ്കിലും പ്രവർത്തനം ഒന്നാണെങ്കിലും ചിന്താഗതികൾ ഒന്നാണെങ്കിലും നിർത്തേണ്ടടുത്ത് നിന്നാൽ മതി. കയറി വന്ന് കെട്ടിപ്പിടിച്ചുള്ള അത്തരം ശീലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ശീലങ്ങൾ ഇനിയും ആവശ്യമില്ല, ഇനിയും തുടരുന്നില്ല എന്നുള്ള ബിന്ദു കൃഷ്ണയുടെ നിലപാട് അതൊരു കയ്യടി കിട്ടേണ്ട നിലപാട് തന്നെയാണ്. മാത്രമല്ല ബിന്ദു കൃഷ്ണയൊക്കെ തന്നെ വിജയിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. കാരണം വർഷങ്ങളായി പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് തോൽവി മാത്രം അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തോൽക്കുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു, വീണ്ടും തോൽക്കുന്നു, വീണ്ടും ഇതാ ഒരു മികച്ച ഒരു വിജയം നേടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരും അങ്ങനെ കയറി കെട്ടിപ്പിടിക്കുന്ന ബിന്ദു കൃഷ്ണയല്ല. ബിന്ദു കൃഷ്ണ അന്നും ഇന്നും എന്നും ഒരേ സ്വഭാവക്കാരിയാണ് എന്ന് പറയുന്നുണ്ട്. ബിന്ദു കൃഷ്ണ എപ്പോഴും ഈ പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എടുത്തു പറയുന്ന ബിന്ദു കൃഷ്ണയുടെ ഒരു നിലപാട് എപ്പോഴും ഇങ്ങനെയാണ്. തനിക്ക് ഒരു പെണ്ണിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നിമിഷം പ്രതികരിക്കണമല്ലോ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രതികരിച്ചത് കൊണ്ട് എന്ത് നേട്ടം എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ്, ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. നമ്മൾ അതുകൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ചെറിയാൻ ഫിലിപ്പിനെ മോശക്കാരനായി മാറ്റേണ്ട ഒരു സാഹചര്യം ആണ് എന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ മാറ്റുന്നില്ല. എന്തായാലും ഒരു സന്തോഷത്തിന്റെ പുറത്തായിരിക്കണം കെട്ടിപ്പിടിക്കാനായി ചെന്നത്. എന്തായാലും ബിന്ദു കൃഷ്ണ അത് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയാണ് വിജയിച്ചു കയറിയത്. 16,830 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ബിന്ദു കൃഷ്ണ വിജയിച്ചത്. 1-2 16,000 പുറത്ത്. വിജയിച്ച സ്ഥാനാർത്ഥി 63,416 വോട്ടുകളും പ്രധാന എതിരാളികളായ LDF സ്ഥാനാർത്ഥി S ജയമോഹനൻ 46,586 വോട്ടുകളും NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാർ N 18,537 വോട്ടുകളുമാണ് നേടിയത്. കൊല്ലം നഗരസഭയിലെ 6 മുതൽ 13 വരെയും 16 മുതൽ 19 വരെയും 22, 23 വാർഡുകളിലും 42 മുതൽ 48 വരെയുള്ള വാർഡുകളും കൊല്ലം താലൂക്കിലെ പനയം, തൃക്കടവൂർ, തൃക്കരുവ എന്നീ പഞ്ചായത്തുകളും അടങ്ങുന്ന നിയമസഭാ മണ്ഡലമാണ്. കൊല്ലം പലപ്പോഴും വലിയ വിജയങ്ങൾക്കും പകരം കടുത്ത പോരാട്ടങ്ങൾക്കുമാണ് എപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഏത് മുന്നണി ജയിച്ചാലും അവിടെ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും എന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു UDFും LDFും തമ്മിൽ നടന്നത്. LDF സ്ഥാനാർത്ഥിയായ M മുകേഷ് അന്ന് 2072 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDFിന് വേണ്ടി മത്സരിച്ച ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിയത്. 2021 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒന്നായിരുന്നു ഇത്. അത് മാത്രമല്ല ഇക്കുറിയും ആ വീറും വാശിയും നടന്ന മണ്ഡലം തന്നെയായിരുന്നു കൊല്ലം എന്ന് പറയുന്നത്. വികസനവും മണ്ഡലത്തിലെ മറ്റ് പൊതുകാര്യങ്ങളും ചർച്ചയായ കൂട്ടത്തിൽ തന്നെ മുൻ MLA മുകേഷിനെതിരായ ലൈംഗിക ആരോപണവും എത്തിയത് പാർട്ടിക്കുള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സീനിയർ നേതാക്കളെ മാറ്റി ജനകീയ മുഖങ്ങളെ കൊണ്ടുവരുന്ന ശൈലി ചില വിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. 2016 PK ഗുരുദാസൻ പകരം M മുകേഷ് എത്തിയത് പാർട്ടിക്കുള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. സീനിയർ നേതാക്കളെ മാറ്റി ജനകീയ മുഖങ്ങളെ കൊണ്ടുവരുന്ന ശൈലി ചില വിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് മുകേഷിനെ പാടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ബിന്ദു കൃഷ്ണ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ്.